അടുത്ത അതിൻ്റെ എക്സാമ്പിൾസാണ്. ഡിറ്റർമിൻ ഇഫ് ദ കോൺക്രുവൻസ്. ഒരു 3 കോൺക്രുവൻസ് തന്നിട്ടുണ്ട്, അത് സോൾവബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ആദ്യത്തത് 8x ഈസ് കോൺക്രുവൻറ്റ് 10 മോഡുലോ 6. അപ്പോൾ സോൾവബിൾ ആണെന്നല്ലോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? AX കോൺക്രുവൻറ്റ് B മോഡുലോ M സോൾവബിൾ ആണെങ്കിൽ പിന്നെ ഇവിടെ 8ൻ്റെയും 6ൻ്റെയും GCD എടുക്കുക. 8ൻ്റെ 6ൻ്റെ GCD എന്താ? നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ച് 8ൻ്റെ 6ൻ്റെ GCD വരുമ്പോൾ 2 വരും. ആ 2 വെച്ചിട്ട് 10നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ സോൾവബിൾ ആയിരിക്കും. ഇവിടെ 8ൻ്റെ 6ൻ്റെ GCD വരുന്ന 2 വരും. 2 വെച്ചിട്ട് 10നെ ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ എന്തായിരിക്കും? സോൾവബിൾ ആയിരിക്കും. എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും? 2 ഇൻകോൺക്രുവൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആദ്യത്തത്. രണ്ടാമത്തെ വരുമ്പോഴത്തേക്ക് 2x കോൺക്രുവൻറ്റ് 3 മോഡുലോ 4. അപ്പോൾ ഇവിടുത്തെ 2ൻ്റെ 4ൻ്റെ GCD, 2ൻ്റെ 4ൻ്റെ GCD വരുന്ന എത്ര? 2. ആ 2 വെച്ചിട്ട് 3യെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 2 വെച്ചിട്ട് 3 എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് കാണത്തില്ല? സൊല്യൂഷൻ കാണത്തില്ല. അടുത്ത മൂന്നാമത്തത് 4x ഈസ് കോൺക്രുവൻറ്റ് 7 മോഡുലോ 5. അപ്പോൾ ഇവിടെ ആകുമ്പോൾ 4ൻ്റെയും 5ൻ്റെയും GCD, 4ഉം 5ഉം റിലേറ്റീവ് പ്രൈമറി GCD 1 വരും. 1 പറഞ്ഞാൽ 1 വെച്ചിട്ട് എന്തിനു വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 7നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര സൊല്യൂഷൻസ് കാണും? ഒറ്റ സൊല്യൂഷനെ കാണത്തുള്ളൂ. ബൈ ദ എബോവ് കൊറോളറി ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ മോഡുലോ 5. അടുത്തൊരു പ്രോബ്ലം, ഒരു ഇത് സോൾവ് ചെയ്യാൻ ചോദിച്ചേക്കാം. ഈ ഒരു കോൺക്രുവൻസിനെ സോൾവ് ചെയ്യാൻ 12x ഈസ് കോൺക്രുവൻറ്റ് 48 മോഡുലോ 18. അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുക? 12ൻ്റെയും 18ൻ്റെയും GCD കണ്ടുപിടിക്കുക. 12ൻ്റെ 18ൻ്റെ GCD എത്ര വരാം? 6 വരും. അത് വെച്ചിട്ട് 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 48നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോൾ അതിനകത്ത് സൊല്യൂഷൻസ്, അപ്പോൾ സോൾവബിൾ ആണ്. എത്ര സൊല്യൂഷൻസ് വരും? ഈ GCD എന്താണ് കിട്ടുന്നത്? അത്രയും ഇൻകോൺക്രുവൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ദ കോൺക്രുവൻസ് ആസ് 6 ഇൻകോൺക്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡുലോ 18 വരും. മോഡുലോ 18 വരും. ഇനി ആ സൊല്യൂഷൻസിൻ്റെ ഫോം എന്തായിരുന്നു? നേരത്തെ പറഞ്ഞു. സൊല്യൂഷൻസിൻ്റെ ഫോം വരുന്നത് ഏതാ? x is equal to x0 plus m/d into t വരും. ടിയുടെ വേരിയേഷൻ ഏതാ? ആ കിട്ടിയ GCD നോക്കുക. GCD 6 അല്ലേ? അപ്പോൾ 0, 1, 2, 3 എക്സെട്ര അപ് ടു 5 വരെ വരും. അതായിരിക്കും ടിയുടെ വേരിയേഷൻ വരും. ടിയുടെ വേരിയേഷൻ 0 to ഇവിടം വരെ വരും, 5 വരെ വരും. ദാറ്റ് ഈസ് x is equal to x0 പ്ലസ് എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ വരിക. ഇതാണ് സൊല്യൂഷൻ വരിക. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ ഡിയുടെ വാല്യൂ നോക്കുക. ഡിയുടെ വാല്യൂ എന്തായിരുന്നു? ഡിയുടെ വാല്യൂ 6, എമ്മിൻ്റെ വാല്യൂ ആ മോഡിലാണ് വരുന്നത്. മോഡിൽ വരുന്നത് എത്രയായിരുന്നു? മോഡിൽ വരുന്ന ഇവിടെ 18 വരും. അപ്പോൾ ഇത് എം, ഇത് ഡി. ഇതിവിടെ അപ്ലൈ ചെയ്താൽ മതി. m/d എടുക്കുക. x0 അവിടെ കിടന്നോട്ടെ. ദാറ്റ് ഈസ് m/d ആകുമ്പോൾ 18/6 ഇൻറ്റു ടി. ദാറ്റ് ഈസ് x0 പ്ലസ് കട്ട് ചെയ്ത് കളയുമ്പോൾ 3t വരും. അപ്പോൾ ഇതായിരിക്കും സൊല്യൂഷൻ വരിക. x0 പ്ലസ് 3t ആയിരിക്കും. x0 പ്ലസ് 3t ആയിരിക്കുന്ന സൊല്യൂഷൻ വരെ. ടിയുടെ വേരിയേഷൻ 0 മുതൽ ഇവിടെ വരെ 5 വരെ. ടി ഈസ് ഈക്വൽ ടു 0, 1, 2, 3, 4, 5. ഈ x0 എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൊല്യൂഷന് അത് നമ്മൾ വെറുതെ ഒരു ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കാം. അന്നേരം ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പം നമ്മൾ ഏതാ ഈ തന്നിരിക്കുന്ന ലീനിയറിനകത്ത്, ഈ ഇക്വേഷനകത്ത് ലീനിയർ ഏതാ കോൺക്രുവൻസിനകത്ത് x0 ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. x0 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 ഇട്ട് കൊടുക്കുക നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 12 ആവും. ദാറ്റ് ഈസ് x0 1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 12 ഈസ് കോൺക്രുവൻറ്റ് ടു 48. ഇത് ട്രൂ ആണോ? ട്രൂ ആണ്. കാരണം 48 ഏതെങ്കിലും ഇപ്പുറം വരുമ്പോഴത്തേക്ക് 12 മൈനസ് 48 ആവും. 12 മൈനസ് 48 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? -36 കിട്ടും. -36 ആകുമ്പോൾ 18 വെച്ച് ഡിവൈഡ് ചെയ്യാമല്ലേ? അപ്പോൾ x is equal to 1 ഇട്ട് കൊടുത്താൽ ഈ ലീനിയർ കോൺക്രുവൻസ് സാറ്റിസ്ഫൈ. ഇതിനകത്ത് x0 1 കൊടുത്താൽ എന്ത് ചെയ്യും? ലീനിയർ കോൺക്രുവൻസ് എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ. കാരണം 1 കൊടുക്കുമ്പോഴത്തേക്ക് 12 കോൺക്രുവൻറ്റ് ടു 48 എന്ന് വരും. ഇതിങ്ങ് ഇപ്പുറം കൊണ്ടുവരുമ്പോഴത്തേക്ക് 12 ഇപ്പുറം വരുമ്പോഴത്തേക്ക് എന്താവും? -36 കോൺക്രുവൻറ്റ് ടു 0 മോഡുലോ 18 വരും. അപ്പോൾ 18 വെച്ചിട്ട് എന്തിനാ ഡിവൈഡ് ചെയ്യാം? 36ന് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ x is equal to 1 എന്നുള്ളതിൻ്റെ സൊല്യൂഷന്. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് x0 വരെ കൊടുത്തിരുന്നാൽ മതി. ദാറ്റ് ഈസ് ഇവിടെ x0 വരെ എന്ത് കൊടുത്തിരുന്നാൽ മതി? 1 കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ x0 വരെ 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 1 + 3t എന്നാവും. ദാറ്റ് ഈസ് ഇവിടെ സൊല്യൂഷൻ എന്നുള്ളത് 1 + 3t വരും. ടിയുടെ വാല്യൂ എന്ത് വരും? 0 to t 1 + 3t വരും. ടിയുടെ വാല്യൂ 0 to 5 വരെ വരും. അത് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ആദ്യം t = 0 ആകുമ്പോഴത്തേക്ക് 1 കിട്ടും. t = 1 ആകുമ്പോഴത്തേക്ക് 4 കിട്ടും. അപ്പോൾ എൻ്റെ സൊല്യൂഷൻസ് വരുന്നത് ഇൻകോൺക്രുവൻറ്റ് സൊല്യൂഷൻസ് വരുന്നത് ഇതൊക്കെ ആയിരിക്കും വരിക.
1, 4, 7, 10, 13, 16 ഇതൊക്കെ ആയിരിക്കും അതിന് ഇൻകോൺഗ്രൻറ്റ് സൊല്യൂഷൻസ് വരിക. അടുത്തത് മോഡുലാർ ഇൻവേഴ്സ്. മോഡുലാർ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ജി സി ഡി എഫ് നമ്മൾ നേരത്തെ പറഞ്ഞു, ജി സി ഡി എഫ് എ എം ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എ എക്സ് കോൺഗ്രൻറ്റ് ബി മോഡുല എമ്മിൽ എന്തുണ്ടായിരിക്കും? ജി സി ഡി എഫ് എ എം ഇസ് ഈക്വൽ 1 ആണെങ്കിൽ എ എക്സ് കോൺഗ്രൻറ്റ് 1 മോഡുല എമ്മിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ യുണീക്ക് സൊല്യൂഷൻ പറയുന്ന പേരാണ് എയുടെ ഇൻവേഴ്സ് എന്ന് പറയുക. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് എന്ന് പറയുക. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? ജി സി ഡി എഫ് എ എം ഇസ് ഈക്വൽ 1 ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എ എക്സ് ഈസ് കോൺഗ്രൻറ്റ് 1 മോഡുല എമ്മിന് കിട്ടുന്ന സൊല്യൂഷൻ. അതിനാണ് എന്തെന്ന് പറയുക? എയുടെ ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നമ്പർ അതിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ എന്ന് പറയാം സെൽഫ് ഇൻവേർട്ടബിൾ ആണെന്ന് പറയാം. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ തന്നെയാണെങ്കിൽ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ എ തന്നെയാണെങ്കിൽ എന്ന് പറയാം സെൽഫ് ഇൻവേർട്ടബിൾ ആണെന്ന് പറയാം.